ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബ് 1:19. എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നവരിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. യേശു പറഞ്ഞത് വായിൽ നിന്നും വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്നാണ്. ജീവനുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. ശാപവാക്കുകൾ പറയാതെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ് വായിൽ നിന്നും വരേണ്ടത്. ചില നേരത്ത് മൗനമായി ഇരിക്കണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണമേ എന്ന്. ഇത് നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട വചനമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ വായിൽ നിന്നു വരുന്ന വാക്കുകൾ സന്തോഷവും ദുഃഖങ്ങളും തരും. ശ്രദ്ധിച്ചുപയോഗിച്ചാൽ ദൈവാനുഗ്രഹത്തിന് കാരണമാകും, അല്ലെങ്കിൽ വാക്കുകൾ ശാപം വരുത്തിവെക്കും. നമ്മെ ശപിക്കാൻ ആർക്കും ഇട കൊടുക്കരുതെന്ന് കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്. മനംനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. പ്രിയമുള്ളവരെ, വിശന്നു വരുന്ന വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരെ ശപിക്കുന്നത് എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾ നമ്മെ ശപിക്കാൻ ഇട കൊടുക്കരുത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറയും. കുറച്ച് കഴിഞ്ഞ് അതിനെ ചൊല്ലി പശ്ചാത്തപിക്കും. പക്ഷേ കേട്ട വ്യക്തികൾക്ക് അത് ഭയങ്കര വേദനയായിരിക്കും. മറ്റുള്ളവർ യേശുവിനെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അവർ യേശുവിനെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ചില വ്യക്തികളോട് നമ്മൾ സംസാരിക്കാൻ വരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നാവുകൊണ്ട് നമ്മെ മുറിപ്പെടുത്തും. പിന്നീട് നമ്മൾ അവരെ കാണുമ്പോൾ കാണാത്തതുപോലെ പോകേണ്ടി വരും. അവർ എവിടെ തൊട്ടാലും നമ്മൾ മുറിവേൽക്കും. എന്നെ കേൾക്കുന്ന മക്കളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടട്ടെ. സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദന വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു. വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നവർ ഇവരിലുണ്ടെങ്കിൽ ഈ നിമിഷം അവരുടെ നാവുകളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആമേൻ.